ലക്ഷക്കണക്കിന് രൂപ നാട്ടിലുള്ള കുട്ടികളുടെ കയ്യിൽ നിന്നും വിസാന്റെ പേര് പറഞ്ഞ് നീരജ തട്ടിച്ചു. ഇപ്പോൾ വിളിച്ചിട്ട് പൈസ തരണം, പൈസ തന്നില്ലെങ്കിൽ നീരജക്കെതിരെ വീഡിയോ ഇടാൻ പോവാണ്, ഇൻഫ്ലുവൻസർ ഹോൾഡ് ഉണ്ടെന്നൊക്കെ പറയേണ്ട ആവശ്യം എന്താ ചേട്ടാ? നീരജ നാട്ടിലുള്ള കുട്ടികൾക്ക് ഫേക്ക് COS എടുത്തു കൊടുത്തു. ഞാൻ അറിയാതെയാണ് നിങ്ങൾ ഇത് ഡീൽ ചെയ്തത്. നിങ്ങൾ COS കൊടുത്ത കാര്യമോ അതിനുശേഷം അവർ നിങ്ങൾക്ക് ഫണ്ട് തന്ന കാര്യമോ ഇതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. നാട്ടുകാരെ പറ്റിച്ചുണ്ടാക്കിയ കോടിക്കണക്കിന് രൂപ കൊണ്ടാണ് നീരജ ഇവിടെ ജീവിക്കുന്നത്. നാട്ടിലുള്ള ഒരു കുട്ടിക്ക് ബാൻ കിട്ടി. ഹലോ മൈ ക്യൂട്ടീസ്, ഇറ്റ്സ് മീ നീരജ അമോസ്, ഇന്ത്യൻ സീക്രട്ട് ഫുഡി. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുറച്ച് സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമാണ് എന്തൊക്കെയാണ് പറയുന്നത് ഇതൊക്കെ. അപ്പം ഞാൻ എൻ്റെ യൂട്യൂബ് വീഡിയോയിൽ ചെയ്തതിൽ കുറച്ച് ഏറ്റവും സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണിത്. കാരണം കഴിഞ്ഞ 2.5 വർഷം കൊണ്ട് ഞാൻ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു വലിയ പ്രശ്നത്തിൻ്റെ ഫുള്ളായിട്ടുള്ള എക്സ്പ്ലനേഷൻ പ്ലസ് ഞാൻ ഇപ്പോഴും ഇതിൻ്റെ പുറകിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ വിവരീകരിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത്. അപ്പം എന്താ സംഭവം, ലൈക്ക് കുറേ പേർക്ക് അറിയാമായിരിക്കും എന്താ ചെയ്യാൻ പോകുന്നതെന്ന്, കുറേ പേർക്ക് അറിയത്തില്ല. സംഭവം എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് രൂപ നാട്ടിലുള്ള കുട്ടികളുടെ കയ്യിൽ നിന്നും വിസാന്റെ പേര് പറഞ്ഞ് നീരജ തട്ടിച്ചു. നീരജ നാട്ടിലുള്ള കുട്ടികൾക്ക് ഫേക്ക് COS എടുത്തു കൊടുത്തു. നീരജ എടുത്തു കൊടുത്ത ഫേക്ക് COS കാരണം നാട്ടിലുള്ള ഒരു കുട്ടിക്ക് ബാൻ കിട്ടി. നാട്ടുകാരെ പറ്റിച്ചുണ്ടാക്കിയ കോടിക്കണക്കിന് രൂപ കൊണ്ടാണ് നീരജ ഇവിടെ ജീവിക്കുന്നത്, ട്രാവൽ ചെയ്യുന്നത്, അച്ഛനും അമ്മയും കൊണ്ടുവന്നത്, ഫുഡ് കഴിക്കുന്നത് നാട്ടുകാരെ പറ്റിച്ചുണ്ടാക്കിയ പൈസയ്ക്കാണ്. സോ അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ കേട്ട് വേണ്ട എന്നൊക്കെ വച്ച് അവസാനം ഫൈനലി ഇന്നിപ്പോൾ ഇവിടെ വന്ന് നിൽക്കുവാണ്. അപ്പം ഇതിൻ്റെ എക്സ്പ്ലനേഷനാണ്, എന്താണ് സംഭവം വിത്ത് പ്രൂഫ് സഹിതമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരുന്നത്. കാരണം എനിക്ക് ഇനിയും ഇതിൻ്റെ പുറകിൽ കിടന്ന് സ്ട്രഗിൾ ചെയ്യാൻ വയ്യ. ഏതെങ്കിലും ഒരു ദിവസം ഇത് അവസാനിക്കുമെന്ന് തീരുമാനിച്ചു, പക്ഷേ ഇത് അവസാനിക്കുന്നില്ല. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നു. പക്ഷേ ഭയങ്കര രീതിയിലുള്ള മാനസിക പ്രഷർ ഇതിൻ്റെ പുറകിൽ നിന്ന് അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഡീറ്റെയിൽഡായിട്ട് ഇത് കുറച്ച് പേരെങ്കിലും അറിയിച്ചതിന് ശേഷം പിന്നെ പ്രശ്നം വരുവാണെങ്കിൽ പിന്നെ ഫേസ് ചെയ്താൽ മതിയല്ലോ, ആ ഒരു നിലപാടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പം ഒട്ടും തന്നെ മടിക്കേണ്ട, വീഡിയോയിലേക്ക് പോകുന്നതിന് സബ്സ്ക്രൈബ് ചെയ്യണമെന്നൊന്നും പറയത്തില്ല. ഇത് ഞാൻ എൻ്റെ ഭാഗത്തുള്ള എന്താണ് പ്രശ്നം എന്ന് എക്സ്പ്ലനേഷൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അപ്പം നമുക്ക് പോകാം വീഡിയോയിലേക്ക്. അപ്പം ഞാൻ ഇന്ന് ഈ വീഡിയോ ഇടാൻ കാരണം എന്ന് പറഞ്ഞാൽ 2-3 ദിവസം മുന്നിലേ എനിക്കൊരു കോൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം കോൾ വന്നതെന്ന് പറഞ്ഞാൽ ലെസ്റ്ററിൽ നിന്നാണ് ഒരു കോൾ വന്നത്. ലെസ്റ്ററിൽ നിന്ന് കോൾ വന്ന പയ്യൻ എന്നോട് പറഞ്ഞത്, ആളെ മനസ്സിലായോ, എൻ്റെ പേര് ഇങ്ങനെയാണ്, നാട്ടിൽ നിന്ന് COS ഫേക്കായിട്ട് ബാൻ കിട്ടിയ കുട്ടിയുടെ ഭർത്താവാണ് ഞാനിവിടെ ഇപ്പം വലിയ കഷ്ടപ്പാടിലാണ് ജീവിക്കുന്നത്, എനിക്ക് റെൻ്റ് അടയ്ക്കാനും കോളേജ് ഫീസ് അടയ്ക്കാനും നീരജ് എനിക്ക് കുറച്ച് കാശ് തരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, പ്രശ്നം എനിക്ക് മനസ്സിലായി, പക്ഷേ 1 രൂപ പോലും എനിക്ക് വാങ്ങാത്ത ഞാൻ നിങ്ങൾക്ക് എന്തിന് കാശ് അയച്ചു തരണം? എൻ്റെ കയ്യിൽ പൈസയും ഇല്ല, എനിക്ക് നിങ്ങൾ കാശ് അയച്ചു തരേണ്ട ആവശ്യമില്ല. ബാൻ കിട്ടിയതിൽ എനിക്ക് സങ്കടമുണ്ട് ചേട്ടാ, അത് എൻ്റെ അവസ്ഥയാണ്. എനിക്കറിയാം ബാൻ കിട്ടിയതിൽ എനിക്ക് സങ്കടമുണ്ട്, പക്ഷേ എൻ്റെ കയ്യിൽ പൈസ അയച്ചു തരാനില്ല, എനിക്കൊന്നും ഇതിൽ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഓക്കെ നീരജ, അപ്പോൾ നീരജയ്ക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നീരജയുടെ കൂടെയുള്ള ഇൻഫ്ലുവൻസസ് ഒക്കെ ഇപ്പോൾ എൻ്റെ ഭാഗത്താണ്. അപ്പം നീരജയ്ക്കെതിരെ ഞാനൊരു വീഡിയോ, എൻ്റെ അവസ്ഥയ്ക്ക് കാരണം നീരജയാണെന്ന് പറഞ്ഞൊരു വീഡിയോ ഇടുന്നതിൽ നീരജയ്ക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ എന്നോട് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടാ അത് ചേട്ടൻ്റെ ഇഷ്ടം, ഇൻഫ്ലുവൻസേഴ്സ് ചേട്ടൻ്റെ കൂടെയാണോ അല്ലയോ ഓക്കെ, എനിക്ക് ഫൈൻ. നാട്ടിൽ ഈ COS കിട്ടിയ 8 കാൻഡിഡേറ്റ്സിൻ്റെയും പൈസ പോയിട്ടുണ്ട്. ഈ 8 കാൻഡിഡേറ്റ്സും ഈ പറയുന്ന കമ്പനിയുടെ പേരിലും ഈ പൈസ പറ്റിച്ചുകൊണ്ട് പോയ ആൾക്കാരുടെ പേരിലും കൊടുത്തേക്കുന്ന FIRൻ്റെ കോപ്പി ഞാൻ ഇവിടെ കൊടുത്തേക്കാം. ഇതിൽ നീരജ എന്നുള്ളൊരു പേര് ഇതിലില്ല. ഞാനാണ് പൈസ വാങ്ങി പറ്റിച്ചതെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ പൈസയാണ് എനിക്കാണ് പൈസ തന്നിട്ടുണ്ടെങ്കിൽ, അല്ല ഞാനാണ് ഇതിൻ്റെ ഇടയിലുണ്ടെങ്കിൽ അതിൽ ആ FIRൽ എൻ്റെ പേര് വരണ്ടേ? എൻ്റെ പേര് അതിലില്ല. FIRൻ്റെ കോപ്പി ഞാൻ കൊടുത്തേക്കാം. അപ്പം FIRൽ എൻ്റെ പേരില്ല. അപ്പോൾ ഞാൻ പൈസ മേടിച്ചിട്ടില്ല, എനിക്കൊരു രൂപ കിട്ടിയിട്ടില്ല, ഞാൻ വഴി വേറൊരാളെ പരിചയപ്പെട്ടു എന്നുള്ളൊരു തെറ്റ് മാത്രമേ ഞാൻ ഇതിൽ ചെയ്തിട്ടുള്ളൂ. ഇതിനിടയിൽ ഫസ്റ്റ് കാലഘട്ടത്തിൽ മീഡിയേറ്ററായിട്ട് നിന്നു. അപ്പോൾ അല്ലാണ്ട് എനിക്ക് പൈസ തരേണ്ട ആവശ്യമില്ല. ഓക്കെ നീരജ പൈസ തരണ്ട,
കാത്തിരുന്നോ മോളെ, നിനക്ക് ഞങ്ങളെയൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല, നീ ഞങ്ങളെയൊന്നും ഒന്നും ചെയ്യത്തുമില്ല, ഞങ്ങൾ നിനക്കെതിരെ ഒരു വീഡിയോ ഇടാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ടൊരു ഭീഷണി മുഴക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു വീഡിയോ വന്നപ്പോഴത്തേക്കും എനിക്ക് ചിരിക്കണോ കരയണോ എന്ന് പറയേണ്ട അവസ്ഥയായിരുന്നു. ഹലോ ഹലോ, ആ ചേട്ടാ, കൊച്ചിയോടെ വീഴുന്നിട്ട് അമ്മ വിളിച്ചതാ. ഞാനതാ ചേട്ടാ പറഞ്ഞത്, ഞാൻ 1 രൂപ പോലും മേടിച്ചിട്ടില്ല, ഒരു കാര്യത്തിലും ഞാനിതിലില്ല. ഞാൻ പിന്നെ എന്തിനാണ് നിങ്ങൾക്ക് പൈസ തരേണ്ടത്? ശരി, ഓക്കെ, ആയിക്കോട്ടെ. ഞാന് ആർക്കും എന്റെ ഒരു അവസ്ഥ കണ്ടിട്ടാണ്. പക്ഷേ നിങ്ങൾ ആ ഒരു വിസയ്ക്ക് നിങ്ങൾ ആരും ഇടപെട്ടില്ലെങ്കിൽ ഞാൻ എന്റെ വൈഫും എങ്ങനെയെങ്കിലും വന്നെങ്കിൽ അവൾ അത്രയും പഠിച്ചിട്ട് വേസ്റ്റ് ആയി പോയി. ആലോചിക്കണം ചേട്ടാ. ഞാൻ വേറെ നിങ്ങൾക്കെതിരെ ഇപ്പൊ ചേട്ടനെ കൊണ്ട് വിളിപ്പിക്കുന്നത് ആരാണ്, എന്താണ് അവരുടെ ഇന്റൻഷൻ ഒന്നും ഇല്ല, എനിക്കറിയത്തില്ല. ഇത്രയും നാള് ചേട്ടൻ ഇത് വിളിക്കാണ്ട് ഇപ്പൊ വിളിച്ചിട്ട് പൈസ തരണം, പൈസ തന്നില്ലെങ്കിൽ നീരജക്കെതിരെ വീഡിയോ ഇടാൻ പോവാണ്, ഇൻഫ്ലുവൻസർ ഹോൾഡ് ഉണ്ടെന്നൊക്കെ പറയേണ്ട ആവശ്യം എന്താ ചേട്ടാ? ഒരിക്കലും ഇല്ല. ഞാൻ നിന്നെ ഒരിക്കലും ഭീഷണി ആദ്യത്തെ പറഞ്ഞു. ചേട്ടൻ എന്റെ അടുത്ത് ചോദിച്ച എന്താന്ന് ചേട്ടൻ അറിയാലോ. അപ്പൊ നീരജയ്ക്ക് നീരജന്റെ കമ്മ്യൂണിറ്റിയിൽ എന്റെ അവസ്ഥ ഇങ്ങനെയാണ്, നീരജ കാരണം എന്റെ അവസ്ഥ ഇങ്ങനെയാണെന്ന് പറഞ്ഞ് വീഡിയോ ഇടുന്നതിൽ നീരജയ്ക്ക് പ്രശ്നമില്ലല്ലോ. ഇതുവരെ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടു, ഞാൻ എപ്പോഴും പറയാണ്, ഇതുവരെ ഞാൻ നിങ്ങളെ വിളിച്ചിട്ടും നിങ്ങളെ വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾ സന്തോഷമായിരിക്കണം. ഞാൻ ഇതുവരെ എന്റെ അവസ്ഥ എനിക്കത് ദൈവം നേരത്തെ വീഡിയോയിൽ ഒരാൾ സന്തോഷമായിട്ട് ഇരിക്കുന്ന അല്ലെങ്കിൽ വീഡിയോ ഇടുന്നത് പറഞ്ഞ അയാൾ റിച്ച് ആണെന്നോ അയാൾ സമാധാനത്തിൽ ഇരിക്കുന്നു. എന്റെ പല വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്കും പിറകിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നിരഞ്ജന കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ കോണ്ടാക്ട് ചെയ്യാൻ ആരുമില്ല, എല്ലാം പോലീസ് കേസും കാര്യങ്ങളും പ്രശ്നങ്ങളായിട്ട് കിടക്കാം. എനിക്കിവിടെ കോണ്ടാക്ട് ചെയ്യാൻ ആരുമില്ല ഇവിടെ. സോ ആകെ എനിക്കറിയാന്നുള്ള നിന്നെ മാത്രം എനിക്കിവിടെ ഇപ്പം അറിയാന്നുള്ള ഒരു ഇതിലുള്ളത് എന്റെ കോണ്ടാക്ട് ലിസ്റ്റില്. അപ്പൊ നിന്റെ അടുത്തെങ്കിലും എന്റെ കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാക്കും എന്ന് ഞാൻ വിചാരിച്ചുകൊണ്ടാണ് ഞാൻ വിളിച്ചത്. എന്നെ കുറെ പേര് വിളിക്കുന്നുണ്ട് നിങ്ങളെ ഗ്രൂപ്പിൽ നിന്നൊക്കെ, പക്ഷെ ഞാൻ അടുത്തും ആര് വിളിച്ചിട്ട് ഞാൻ നിന്റെ പേര് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇതിലൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്നാമത്തെ കാര്യം, കഴിഞ്ഞ 2 വർഷമായിട്ട് പുള്ളിക്കാരൻ ഇവിടെ തന്നെ ഉണ്ട്. പുള്ളിക്കാരന് പൈസയും വേണ്ട, പ്രശ്നങ്ങളും വേണ്ട, ഒന്നും വേണ്ട. പക്ഷെ പുള്ളിക്കാരൻ ചെന്ന് പരിചയപ്പെട്ടത് ഒരു ഇൻഫ്ലുവൻസറിനെ ആയിരുന്നു. ലെസ്റ്ററിൽ തന്നെ ഉള്ള ഇച്ചിരി ഫേമസ് ആണെന്നൊന്നും പറയാൻ പറ്റത്തില്ല, എന്നാലും ഒരു ഇൻഫ്ലുവൻസർ ആയിരുന്നു പുള്ളിക്കാരൻ. ഭാര്യ പ്രസവിച്ചാൽ പോലും കമ്മീഷൻ വാങ്ങുന്ന പേഴ്സണാണ്. അപ്പോൾ പുള്ളിക്കാരൻ്റെ അടുത്ത് ചെന്ന സമയത്ത് പുള്ളിക്കാരൻ അയാളെ അടുത്ത് പറഞ്ഞു, നീരജയോട് ചെന്ന് പൈസ, അവളെ കയ്യിൽ പൂത്ത കാശാണ്, നീരജയോട് ചെന്ന് പൈസ ചോദിക്കാം, അവൾ പൈസ തന്നില്ലെങ്കിൽ നമുക്ക് വീഡിയോ ഇടാം, അവളുടെ പേരും പറഞ്ഞ് നമുക്ക് വീഡിയോ ഇടാം എന്ന് പുള്ളിക്കാരൻ ഈ ആളെ പറഞ്ഞ് ഇളക്കിയിട്ടാണ് ഈ പുള്ളിക്കാരൻ എന്നെ വിളിച്ചിട്ട് എനിക്ക് പൈസ ഇത്ര രൂപ വേണം, നീരജ എനിക്ക് അക്കൗണ്ടിലോട്ട് ഇട്ട് തരണം, ഇല്ലെങ്കിൽ നീരജയ്ക്കെതിരെ വീഡിയോ ഇടാൻ പോകുന്നുള്ളൊരു കാര്യം ഈ പുള്ളിക്കാരൻ പറഞ്ഞത്. അപ്പം അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഇവിടെ ഒരു ഇൻഫ്ലുവൻസർ ഗ്രൂപ്പ് ഉണ്ട്. ആ ഒരു ഗ്രൂപ്പിൽ ഇങ്ങനൊരു ആ ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞ ആൾ ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടുണ്ടായിരുന്നു, നമ്മുടെ ഗ്രൂപ്പിലുള്ളൊരു ഇൻഫ്ലുവൻസർ കാരണം ലക്ഷങ്ങൾ കടത്തിലായതും നാട്ടിൽ 10 വർഷം ബാങ്ക് കിട്ടിയതും ആയിട്ടുള്ളൊരു കുട്ടിയുടെ ഭർത്താവ് ഞാനിന്ന് കണ്ടായിരുന്നു, അയാളുടെ അവസ്ഥ ഭയങ്കര കഷ്ടമാണ്. അങ്ങനെ ഒരു മെസ്സേജ് ഇട്ടതിന് ശേഷം പിന്നെ തുരു അങ്ങനെ പറ്റിച്ച് ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ല, കമ്മീഷൻ മേടിച്ച പൈസയിൽ നിന്ന് തിരിച്ച് ഇത്രയും കൊടുക്കാൻ പറയണം, അങ്ങനെയാണ് ഇങ്ങനെയാണ്, അവൾ ആരായാലും എങ്ങനെയാണ് ഇങ്ങനെ, എൻ്റെ പേരൊക്കെ അതിൽ ഓൾറെഡി പറഞ്ഞു, അവൾ ആരാണെങ്കിലും പൈസ തിരിച്ചു കൊടുക്കാൻ പറയണം, എന്നാലും അത് കഷ്ടം തന്നെ, നാട്ടിൽ നിന്നൊക്കെ ഇത്രയും ഒരാളെ പറ്റിച്ച് വന്നിട്ട് ഇവിടെ ജീവിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ നിറയെ മെസ്സേജ്. അതിനുശേഷം കുറേ പേരൊക്കെ മെസ്സേജ് ഇട്ടതിന് ശേഷം അവസാനം ഞാൻ ഒരു വോയിസ് ഇട്ടു, ഒരു പ്രശ്നം ഉണ്ടായാൽ 2 ഭാഗവും കേൾക്കാണ്ട് നിങ്ങൾ സംസാരിക്കരുത്. എൻ്റെ ഭാഗത്ത് ഞാൻ 1 രൂപ പോലും മേടിച്ചിട്ടില്ല എന്നുള്ള തെളിവ് എൻ്റെ കയ്യിലുണ്ട്. ഈ ഒരു COS കൈമാറിയ കാര്യം പോലും ഞാൻ അറിഞ്ഞിട്ടില്ല, അത് ഞാൻ ത്രൂ പോയതല്ല എന്നുള്ള തെളിവും എൻ്റെ കയ്യിലുണ്ട്. ഇതല്ലാത്ത പക്ഷം നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തരുത്. ഇങ്ങനെയാണ് കാര്യങ്ങൾ നടന്നത്. അതായത് ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം കഥ എന്താണെന്ന്, ഇതാണ് നടന്ന കാര്യം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു വോയിസ് മെസ്സേജ് ഇട്ടായിരുന്നു. അതിനുശേഷം എനിക്കെതിരെ സംസാരിച്ച ആൾക്കാരുടെ വായൊക്കെ അടഞ്ഞിട്ട് അവരൊന്നും പറയുന്നില്ല. അപ്പം ഇന്ന് വീഡിയോ വരും, നാളെ വീഡിയോ വരുന്ന, സത്യം പറഞ്ഞാൽ പേടിയുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് പേടിയൊന്നുമില്ല. കാരണം ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് എനിക്ക് 100% ഉറപ്പ്. തെറ്റ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് കാലഘട്ടത്തിൽ എനിക്ക് അറിവില്ലാത്ത സമയത്ത് ഇതിൻ്റെ ഇടയിൽ ഞാൻ മീഡിയേറ്ററായിട്ട് നിന്നിട്ട് ഇവർ തരുന്നത് അങ്ങോട്ട് തരുന്നത്, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, അവനെ സഹായിക്കേണ്ട എൻ്റെ ഉത്തരവാദിത്തം. മറ്റേ മോള് കളിച്ചതായിരുന്നു ഞാൻ ആ സമയത്ത്. അപ്പോൾ
ഇതിൻ്റെ ഇടയിൽ ഇവർ എനിക്ക് അയക്കുന്ന മെസ്സേജ് ഇങ്ങോട്ടും അവരയക്കുന്ന മെസ്സേജൊക്കെ ഇങ്ങോട്ടൊക്കെ അയച്ച് സീനാക്കിയത് ഞാനായിരുന്നു. പിന്നെ ഒരു പർട്ടിക്കുലർ ടൈമിന് പീരീഡിന് ശേഷം എനിക്ക് ആ പ്രഷർ താങ്ങാൻ പറ്റാതെ ഞാൻ അതെല്ലാം നിർത്തിയതാണ്. അതിന് ശേഷം അവർ തമ്മിൽ ഡയറക്റ്റായിട്ട് ഡീല് വെച്ച് COS കൈമാറി അവർ കൊടുത്ത COS ഫേക്കായിട്ട് വരുന്ന പ്രശ്നങ്ങളിൽ നീരജ ഒരു ഫെയിമിൽ നിൽക്കുന്ന ഒരാളല്ലേ, നീരജ ഇതിൽ ഇൻവോൾവ് ചെയ്ത നീരജയുടെ കയ്യിലുള്ള പൈസയൊക്കെ കിട്ടും എന്ന് പറഞ്ഞിട്ട് ഈ പറഞ്ഞ ഒരു പർട്ടിക്കുലർ കമ്പനിയാണ് എന്നെ ഇതിൽ വലിച്ചഴിച്ചിട്ടത്. ഇനി നമുക്ക് കഥ എന്താണെന്ന് കേൾക്കാം. ഓക്കെ ഗൈസ്, നമുക്കൊരു 2-2.5 വർഷം പിന്നോട്ട് സഞ്ചരിക്കാം. കാരണം ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നത് 2.5 വർഷം മുന്നിലെയാണ്, ഇപ്പോഴൊന്നുമല്ല, ഏകദേശം 2.5 വർഷങ്ങൾക്ക് മുന്നിലെ. അപ്പം ഇതിൽ ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. അപ്പം ഞാൻ അവരുടെ പേരൊന്നും ഞാൻ എടുത്ത് പറയാൻ ശ്രമിക്കുന്നില്ല. നിങ്ങൾക്കത് എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. കാരണം ഇങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്ന സമയത്ത് നിങ്ങൾക്ക് കമ്പനി ആരാണ് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്ന പേഴ്സൺ ആരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ഞാൻ ആൾക്കാരുടെ പേര് ഞാൻ എടുത്തു പറയുന്നില്ല. ഓക്കെ, അപ്പം ഏകദേശം 2.5 വർഷങ്ങൾക്ക് മുന്നിലെ UK വന്ന് ഈ വ്ളോഗിങ് ഒക്കെ ഓൾറെഡി നാട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിലും എന്താണെന്നൊക്കെ അറിഞ്ഞ് തുടങ്ങുന്ന ആ ഒരു സമയമാണ് 2.5 വർഷങ്ങൾക്ക് മുന്നിലെ. സോ ആ ഒരു സമയത്ത് സ്റ്റുഡൻ്റായിട്ട് ജോലിയിലോട്ട് കയറുന്ന ആ ഒരു ടൈമായിരുന്നു. സോ ആ ഒരു സമയത്ത് നമ്മൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ടൈം, ഒരുപാട് കാര്യങ്ങളൊന്നും അറിയത്തില്ല, അങ്ങനത്തെ ഒരു സമയം. അപ്പം ഒരുപാട് നല്ല ഫ്രണ്ട്സും ഒരുപാട് ചീത്ത ഫ്രണ്ട്സും ഒക്കെ നമുക്കുള്ള ഒരു ടൈമാണ്. അപ്പം എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട്, ഒരു പയ്യൻ, ഞാൻ ആളുടെ പേര് ഞാൻ പറയുന്നില്ല, ഞാൻ പയ്യൻ എന്നാണ് ഞാൻ ഈ ഒരു ഇതിൽ പറയുന്നത്. ആ ഒരു പയ്യൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു. കാരണം എനിക്ക് UK വന്നിട്ട് ഫസ്റ്റായിട്ട് കിട്ടിയ ഒരു കമ്പനിയാണ്. അപ്പം UK വന്ന ഒരു 6-7 മാസം ഫുള്ളും ഞങ്ങൾ നല്ല കമ്പനിയായിരുന്നു. അപ്പോൾ UK കെയർ ഹോം വിസയൊക്കെ കൂടുതലായിട്ടും നടക്കുന്ന ആ ഒരു ടൈമാണ്. അപ്പോൾ എൻ്റെ ചേച്ചി ആ ഒരു 2 മാസങ്ങൾക്ക് മുന്നിലെ കെയർ ഹോം വിസയിലാണ് UK വന്നത്. പക്ഷേ അതേ സെയിം കമ്പനി, അതായത് ഈ എൻ്റെ ഫ്രണ്ടിൻ്റെ കമ്പനി വഴിയാണ് എൻ്റെ ചേച്ചി കെയർ ഹോം വിസയിൽ UK വന്നത്. അപ്പോൾ അവളും UK വന്ന് കുറേ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് പിന്നെ പറഞ്ഞുതരാം. അപ്പോൾ ഈ ഒരു പയ്യൻ്റെ കമ്പനി വഴിയാണ് എൻ്റെ ചേച്ചി കെയർ ഹോമിലോട്ട് വന്നത്. കുറച്ച് നാളെ കഴിഞ്ഞ് ഏകദേശം മെയ് 2023 ഒക്കെ ആവുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ട് എനിക്കിങ്ങനെ സ്റ്റഡി കുറച്ച് COS കിടപ്പുണ്ട്, അർജൻറ്റ് റിക്വയർമെൻ്റ് ആണ്, നിനക്ക് പരിചയമുള്ളതെന്ന് വെച്ചാൽ ഞാൻ ഇൻഫ്ലുവൻസർ ആ ഒരു ടൈം തുടങ്ങുന്ന ഒരു ടൈമാണ്, അത്യാവശ്യം ആൾക്കാരൊക്കെ അറിഞ്ഞു തുടങ്ങുന്ന ഒരു ടൈം. അപ്പോൾ കുറച്ച് COS കിടക്കുന്നുണ്ട്, നാട്ടിൽ നിന്നുള്ള COS ആണ്, ഇത്ര രൂപ വെച്ചിട്ടാണ് അവർ ചോദിക്കുന്നത്, നീ ജസ്റ്റ് ഒന്ന് സ്റ്റോറി ഇടാമോ എന്ന് ചോദിച്ചു. അങ്ങനെ അവൻ എനിക്ക് അയച്ചു തന്ന സെയിം ഡീറ്റെയിൽസ് വെച്ച് ഞാൻ വാട്സപ്പിൽ ഒരു സ്റ്റാറ്റസ് ഇട്ടപ്പോൾ നാട്ടിൽ നിന്നുള്ള ഒരു കമ്പനി, ആക്ച്വലി അതൊരു എഡ്യൂക്കേഷൻ കമ്പനി പ്ലസ് ഇവിടെ ഇങ്ങോട്ടുള്ളവർക്ക് COS കൊടുക്കുന്ന ഒരു കമ്പനിയാണ്. ഒരുപാട് കുട്ടികൾ അവർ കാരണം COS എടുത്ത് വന്നിട്ട് ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ പോലും ഒരുപാട് പേര് അവർ ത്രൂ വന്നതാണ്. സോ ആ ഒരു കമ്പനി എന്നെ കോൺടാക്ട് ചെയ്യും. കമ്പനിയിലെ ഒരു പർട്ടിക്കുലർ പേഴ്സൻ്റെ പേര് ഞാൻ പറയുന്നില്ല, ആ ഒരു പേഴ്സൺ എന്നെ കോൺടാക്ട് ചെയ്യുകയാണ്, എൻ്റെ സ്റ്റാറ്റസ് കണ്ടിട്ട് കോൺടാക്ട് ചെയ്യുകയാണ്, എത്ര COS ഉണ്ടെന്നൊക്കെ ചോദിച്ചിട്ട്. ഞാൻ പറഞ്ഞ്, കാരണം ഞാനിങ്ങനെ സ്റ്റാറ്റസ് ഇട്ടത് നാട്ടിൽ നിന്നുള്ള ആരെങ്കിലും 1-2 പേഴ്സൺസ് ഒക്കെ കാണുമ്പോൾ അവരിങ്ങനെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കുള്ള റിക്വയർമെൻറ്റ്സ് ഒക്കെ നോക്കിയതിന് ശേഷം അവർക്ക് ഡയറക്റ്റായിട്ട് കോൺടാക്ട് ചെയ്യാന്നുള്ള രീതിയിലാണ് സ്റ്റാറ്റസ് ഇടുന്നത്. അപ്പം ഈ ഒരു പുള്ളിക്കാരൻ എന്നെ കോൺടാക്ട് ചെയ്തിട്ട് പറഞ്ഞാൽ അവരുടെ കയ്യിൽ 8-10 കാൻഡിഡേറ്റ്സ് ഉണ്ട്, അവർക്ക് മൊത്തത്തിൽ ഞങ്ങളിങ്ങനെ എടുക്കുവാണ്, അവർ ഈ 8-10 കാൻഡിഡേറ്റ്സിനും COS എടുത്ത് കൊടുക്കാൻ പറ്റുമോ എന്ന് എന്നോട് ചോദിച്ചായിരുന്നു. അപ്പം ഞാൻ നേരെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ പയ്യനോട് ചോദിച്ചു, അതായത് എൻ്റെ ഫ്രണ്ടിനോട് ചോദിച്ചു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഓഫ് കോഴ്സ് പറ്റും എന്ന് പറഞ്ഞു. അങ്ങനെ ഈ ഒരു നാട്ടിലെ കമ്പനി എനിക്കൊരു 8 കാൻഡിഡേറ്റ്സിൻ്റെ പ്രൊഫൈൽ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഈ 8 കാൻഡിഡേറ്റ്സിൻ്റെ പ്രൊഫൈൽ എനിക്ക് അയച്ചു തരുന്ന സമയത്ത് അയച്ചു തരുന്നത് ഞാൻ ഈ പയ്യൻ അയച്ചു കൊടുക്കുക, ഈ പയ്യൻ അയച്ചു തരുന്നത് ഞാൻ ഇവർക്ക് അയച്ചു കൊടുക്കുക. ഇതാണ് എൻ്റെ ഈ ഒരു പണി, നടുക്കുള്ള ഒരു മീഡിയേറ്റർ എന്നുള്ള രീതിയിലുള്ള എൻ്റെ ഒരു പണിയാണിത്. അപ്പം മെയ് മാസം ലാസ്റ്റ്, ജൂൺ മാസം തുടക്കത്തിലാണ് 2023 മെയ് മാസം ലാസ്റ്റ്, ജൂൺ മാസം തുടക്കത്തിലാണ് നടക്കുന്നത്. അപ്പോൾ എൻ്റെ ഭാഗത്ത് തെറ്റില്ലെന്നല്ല, എൻ്റെ ഭാഗത്ത് തെറ്റുണ്ട്. ഞാൻ ആ സമയത്ത് വിചാരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് ഇത് ചെയ്യുന്നുണ്ട്, അപ്പം നമ്മൾ വഴി വരുവാണെങ്കിൽ നമുക്കതിൽ എന്തെങ്കിലും ബെനിഫിറ്റ്സ് ഉണ്ടാവും എന്നുള്ള രീതിയിലാണ് ഞാൻ നിൽക്കുന്നത്. കാരണം ട്രസ്റ്റ്ഫുൾ ആയിട്ടുള്ള ഒരു ഏജൻസിയാണ്. കാരണം എൻ്റെ ചേച്ചി കയറി വന്നത് ഈ ഒരു പുള്ളിക്കാരൻ വഴിയാണ്, ഇപ്പുറത്ത് നിൽക്കുന്ന കമ്പനി വഴി ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പോൾ രണ്ടുപേരെയും എനിക്ക് വിശ്വസിക്കാം. അപ്പം ഒന്നും അറിഞ്ഞിടാത്തൊരു പൊട്ട
ബുദ്ധിയായിരുന്നു ആ സമയത്ത്. അങ്ങനെ ഇവർ ഈ ഒരു പയ്യനെ ആവശ്യപ്പെടുന്നു, ഇത്ര ഒരാൾക്ക് ഒരു കാൻഡിഡേറ്റ്സിന് 1 lakh rupees വെച്ച് ചോദിക്കണം, ഈ ഒരു അക്കൗണ്ട് നമ്പറിലോട്ട് അയച്ചു തരാൻ പറഞ്ഞിട്ട് അവൻ്റെ അക്കൗണ്ട് നമ്പർ എനിക്ക് അയച്ചു തന്നു. ഞാൻ ഇത് നേരെ ഈ കമ്പനിക്ക് അയച്ചു കൊടുത്തു, ചേട്ടാ ഈ ഒരു അക്കൗണ്ട് നമ്പറിലേക്ക് എല്ലാ കാൻഡിഡേറ്റ്സിനും ഫസ്റ്റ് 1 lakh വെച്ച് അഡ്വാൻസ് അയച്ചു കൊടുക്കാൻ പറഞ്ഞു. അവർ അഡ്വാൻസ് അയച്ചു കൊടുത്തു. അപ്പോൾ 2-3 ദിവസത്തിനുള്ളിൽ ഒരു കെയർ ഹോമിലേക്ക് COS റെഡി ആയിട്ടുണ്ട്. ആ പയ്യൻ പറഞ്ഞു ഒരു കെയർ ഹോമിലേക്ക് COS റെഡി ആയിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾ ഒരു കാൻഡിഡേറ്റ്സിന് 5 lakhs കൂടി വെച്ച് അയച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു. ടോട്ടൽ ഒരു കാൻഡിഡേറ്റ്സിന് 15-16 ലക്ഷമാണ് ഇവർ പറഞ്ഞേക്കുന്നത്. എനിക്കത് കൃത്യമായിട്ട് ഓർമ്മയില്ല. അപ്പോൾ 5 ലക്ഷം വെച്ച് അയച്ചു കൊടുക്കാൻ പറഞ്ഞിട്ട് ഈ ഒരു കമ്പനിയിലേക്ക് ഞാനാണ് ഈ വോയിസ് ഇടുന്നത്, ചേട്ടാ ഇന്ന സമയത്തിനുള്ളിൽ ഇത്രയും രൂപ അയച്ചു കൊടുക്കണം, നിങ്ങൾ ലേറ്റ് ആക്കരുത്. അപ്പോൾ ഈ കമ്പനി പറഞ്ഞു ഞങ്ങൾ ഇപ്പോൾ പെട്ടെന്ന് പൈസ ചോദിച്ചാൽ ഞങ്ങൾ എങ്ങനെയാണ്, കുറച്ച് 2-3 ദിവസം തരണം. അപ്പോൾ ഇപ്പുറത്തുള്ള പയ്യൻ പറയുവാണ് അർജൻറ്റാണ്, ഇപ്പോൾ അയച്ചു കൊടുത്താലേ നമുക്കത് ബ്ലോക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എനിക്ക് തരുന്ന പ്രഷർ ഇങ്ങോട്ട് പറയുന്നു, ഇയാൾ എനിക്ക് തരുന്ന പ്രഷർ ഇങ്ങോട്ട് കൊടുക്കുന്നു. ഇതാണ് ഞാൻ സംഭവിക്കുന്നത്. അങ്ങനെ ഈ ഒരു കമ്പനി അവൻ്റെ അക്കൗണ്ടിലേക്ക് ഏകദേശം ഒരു കാൻഡിഡേറ്റ്സിന് 5 ലക്ഷം രൂപ വെച്ച് 8 കാൻഡിഡേറ്റ്സിനുള്ള പൈസ അയച്ചു കൊടുത്തു കഴിഞ്ഞ് അപ്പോൾ ഈ പയ്യൻ പൈസ മാത്രമേ അയച്ചു കൊടുക്കുന്നുള്ളൂ, COS അയച്ചു കൊടുക്കുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ രണ്ടുപേരും ടെൻഷനായിട്ട് ഞങ്ങളിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക COS എവിടെ. അപ്പോൾ ആ പയ്യൻ പറഞ്ഞു ഞാൻ ഇന്നൊരു കെയർ ഹോമിൽ ഡയറക്റ്റായിട്ട് പോയാണ് COS എടുക്കാൻ പോകുന്നതെന്ന് പറഞ്ഞ് അവനും അവൻ്റെ ഒരു കൂട്ടുകാരും കൂടി ഡയറക്റ്റായിട്ട് കെയർ ഹോമിലേക്ക് പോയപ്പോഴേക്കും ഞാനും ആ കമ്പനിയും വെയിറ്റ് ചെയ്തിരിക്കുവാണ്, COSന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുവാണ്. കമ്പനി പോയപ്പം കമ്പനി ലൈക്ക് നോട്ട് എ കെയർ ഹോം, ഇറ്റ്സ് എ ഡൊമിസിലറി കെയർ ഹോമാണ്, അതുകൊണ്ട് നമുക്ക് അവിടെ ഇപ്പം സെറ്റ് ആവുന്നില്ല എന്ന് പറഞ്ഞ് ആ ഒരു പയ്യൻ പറഞ്ഞു. അപ്പം ഈ ഒരു കമ്പനിക്കാരൻ എന്നെ വിളിച്ച് ദേഷ്യപ്പെടാൻ തുടങ്ങി. സത്യത്തിൽ ആ ഒരു പ്രശ്നങ്ങളൊക്കെ ആയിരിക്കുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ തലപ്രാന്തെടുത്ത് പൊട്ടിയെന്ന് വെച്ചാൽ ഇവിടുന്നും കുറേ പ്രഷർ. അപ്പം എനിക്ക് മനസ്സിലായി എനിക്കിത് പറ്റുന്ന പണിയല്ല, എന്നെക്കൊണ്ട് ഇത് പറ്റുന്ന പണിയല്ല എന്ന് പറഞ്ഞിട്ട് ജൂൺ 28, 2023, അതെ June 28, 2000. ഇതിനിടയിൽ ഒരുപാട് സംസാര വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പൈസ കൊടുത്തിട്ട് COS കൊടുക്കുന്നില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് June 28 ഞാൻ ഈ ഒരു സംഭവം ഞാൻ പറഞ്ഞു, ചേട്ടാ എനിക്ക് 2 പേരെടുത്ത് ഞാൻ പറഞ്ഞു എനിക്കിനി ഇതിൽ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഈ പയ്യനോട് ഞാൻ പറഞ്ഞു നീ വാങ്ങിച്ച എമൗണ്ട് ഓരോ കാൻഡിഡേറ്റ്സിൽ നിന്നും മൊത്തത്തിൽ 6 ലക്ഷം രൂപ വാങ്ങിച്ചിട്ടുണ്ട്, ഈ എമൗണ്ട് നീ ഇവർക്ക് തിരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു. ഇവരും പറഞ്ഞു യെസ് പൈസ തിരിച്ചു വേണം. അപ്പോൾ ഞാൻ ഈ പയ്യനോട് ചോദിക്കുകയാണ് ഇന്ന് വൈകിട്ടത്തേക്കുള്ളിൽ പൈസ തിരിച്ചു കൊടുക്കണം എന്ന് ചോദിച്ചു. അപ്പോൾ ഈ പയ്യൻ പറഞ്ഞു ഓക്കെ പൈസ തിരിച്ചു കൊടുക്കാം. അതായത് കറക്റ്റ് സമയം വരുന്നത് June 28 ആണ് കേട്ടോ, 2023 June 28. ഐ വിൽ ഷോ യു, എൻ്റെ കയ്യിൽ ഫുൾ പ്രൂഫ് ഉണ്ട്. June June 27. അവർ ഇങ്ങനെ പൈസ മേടിച്ചിട്ട് അന്ന് കെയർ ഹോമിൽ പോയിട്ടും COS കൊടുക്കാത്തതിൻ്റെ പേരിലൊക്കെ ഈ ഒരു കമ്പനി എന്നെ കുറേ ചീത്ത പറയും, പറ്റാത്ത പണിക്ക് നിൽക്കരുത് എന്നൊക്കെ പറയും ഒക്കെ ചെയ്തൊരു June 29 ആണ് കേട്ടോ. അപ്പം ഞാൻ ഇവനോട് പറയുവാണ് നീ പൈസ തിരിച്ചയച്ചു കൊടുക്കണം. അപ്പം ഈ ഇവരോട് പറഞ്ഞു അപ്പം ഇവരെനിക്ക് അയച്ച മെസ്സേജിൽ എന്ന് പറഞ്ഞാൽ ഞാനിവിടെ കൊടുത്തേക്കാം, പരിപാടി നടക്കുന്നില്ലെങ്കിൽ ഇന്ന് തന്നെ റീഫണ്ട് അയക്കണം 48 lakhs സംതിങ്. സോ ഞാൻ ഇവനോട് ചോദിച്ചപ്പോൾ 5 മണിക്കുള്ളിൽ റീഫണ്ട് അയക്കുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ചേട്ടാ ഇന്ന് ഈവനിങ് 5 മണിക്കുള്ളിൽ തന്നെ റീഫണ്ട് തരാമെന്ന് പറഞ്ഞു. അപ്പം ഇയാൾ എനിക്കൊരു വോയിസ് മെസ്സേജ് അയച്ചു. ഇനിയെങ്കിലും പറ്റാത്ത കാര്യം കേൾക്കാൻ നിൽക്കരുത്. എന്തുമാത്രം ഉറപ്പൊക്കെയായിരുന്നു തന്നിരുന്നേ, വോയിസൊക്കെ കേൾക്കുന്നുണ്ടാവുമല്ലോ. ഇങ്ങനത്തെ പരിപാടിക്ക് ഇനി നിൽക്കരുത്. ആരുടെടുത്താണേലും ഒരു വാക്ക് പറയുന്നത് വാക്കായിരിക്കണം, പാലിക്കാൻ പറ്റത്തില്ല വാക്ക് പറയാൻ നിൽക്കരുത്. ഒരുമാതിരി പരിപാടി കാണിക്കരുത് കേട്ടോ. ഇനിയെങ്കിലും വേറെ ആരുടെയെങ്കിലും എടുത്തോ. ഞാനായോണ്ട് ഒരു കണക്കിന് ഞാൻ മാനേജ് ചെയ്ത് വിടുന്നു. വേറെ ഇടത്തില്ലാരും ഞാൻ പറയുന്നില്ലേ, എന്താ പരിപാടി ഇനിയും കാണിക്കാൻ നിൽക്കരുത്. പറ്റാത്ത കാര്യം കേൾക്കാൻ നിൽക്കരുത്. തന്നെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ മാത്രം ഏക്കാനും ഉറപ്പ് കൊടുക്കാനും നിൽക്കുക. ഓക്കെ എന്നാ ഓക്കെ. ഈ ഒരു വോയിസിൽ വ്യക്തമാണ് ഞാൻ ആർക്കും COS എടുത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ COS എടുത്ത് കൊടുക്കാമെന്ന് പറഞ്ഞ അയാൾ എനിക്ക് തന്ന വാക്കിൻ്റെ പേരിൽ ഇങ്ങനെ അവസാനം പ്രശ്നങ്ങളായ സമയത്ത് ഞാൻ പറഞ്ഞു എന്നെക്കൊണ്ട് ഇനി പറ്റത്തില്ല. അവസാനം ഞാൻ അയക്കുന്ന മെസ്സേജ് ഇല്ല ചേട്ടാ ഒരിക്കലും കൈവയ്ക്കരുതെന്ന് തീരുമാനിച്ച സംഭവമാണിത്, ഇനി ഞാൻ ഇതിലോട്ടില്ല, എൻ്റെ ഭാഗത്തുനിന്നുണ്ടായ എല്ലാ തെറ്റിനും സോറി, ഞാൻ ഇനി ഇങ്ങനെ ഒരു സംഭവത്തിൽ ഇടപെടത്തില്ല എന്ന് പറഞ്ഞ് June 29 ഞാൻ ഈ ഒരു ചാറ്റ് ഇവരുടെ ഇപ്പുറത്ത് നിൽക്കുന്ന പേഴ്സൻ്റെ അടുത്തുനിന്ന് ഞാൻ നിർത്തി, ഈ ഒരു കമ്പനിയുടെ അടുത്തുനിന്ന് നിർത്തി. എനിക്ക് ഇനി ഇതിൽ ഇടപെടാൻ പറ്റത്തില്ല, ഞാൻ ഇനി ഇതിൽ ഇടപെടത്തില്ല എന്ന് പറഞ്ഞ് ഞാൻ നിർത്തി കഴിഞ്ഞ് ഞാൻ ഈ പുള്ളിക്കാരോട് ചോദിച്ചു, എൻ്റെ ഫ്രണ്ടിനോട് ചോദിച്ചു നീ പൈസ തിരിച്ചയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നോ? അവൻ പറഞ്ഞു അയച്ചു കൊടുത്തു എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഓക്കെ ഫൈൻ, ഞാൻ അതിൽ ഓക്കെയാണ്. അത് കഴിഞ്ഞ് ഏകദേശം ജൂൺ കഴിഞ്ഞു, ജൂലൈ കഴിഞ്ഞു, ഓഗസ്റ്റ് ലാസ്റ്റൊക്കെ ആയ സമയത്ത് ഐ ഗോട്ട് എ കോൾ
ഇറ്റ്സ് എ കോൺഫറൻസ് കോൾ. ഒരുപാട് പേര് ഇങ്ങോട്ട് കോൺഫറൻസ് കോൾ വിളിക്കുന്നത്. പക്ഷേ എനിക്ക് അന്ന് ഒട്ടും സംസാരിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ഞാൻ നിന്നത്. ഒട്ടും സംസാരിക്കാൻ പറ്റുന്ന സാഹചര്യത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് കോൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഞാൻ കോൾ എടുത്തു. ഞാൻ സംസാരിക്കാൻ തുടങ്ങിയപ്പം ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഭയങ്കര രീതിയിലുള്ള കരച്ചിലും പ്രശ്നങ്ങളും വഴക്കും ചീത്തയും ഭയങ്കര പ്രശ്നം. എനിക്ക് സംഭവം ഒന്നും മനസ്സിലാവുന്നില്ല. ഇതെന്താണ് പ്രശ്നം എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് അപ്പം ഞാൻ ചോദിക്കുന്ന ചേട്ടാ, ആ ഒരു കോൺഫറൻസ് കോളിൽ ഒരു 5 പേരുണ്ടാവും. അപ്പം ഞാൻ ചോദിക്കുന്നു ചേട്ടാ എന്താണ് പ്രശ്നം എനിക്ക് മനസ്സിലാവുന്നില്ല, എന്താണ് പ്രശ്നം എന്ന് ചോദിച്ച സമയത്ത് ഉടനെ ഈ കമ്പനിയിലെ അയാൾ പറയുവാണ്, നീരജ എടുത്തു തന്ന COS ഫേക്കായിരുന്നു, അത് കാരണം നാട്ടിലെ ഒരു കുട്ടിക്ക് ബാൻ കിട്ടി, 10 വർഷത്തെ ബാൻ കിട്ടി. അപ്പം എൻ്റെ മനസ്സിൽ ഈ ഒരു പ്രശ്നം കഴിഞ്ഞിട്ടൊക്കെ 1-2 മാസം കഴിഞ്ഞു. എനിക്ക് സംഭവം ഒന്നും മനസ്സിലാവുന്നില്ല. എന്നിട്ടും ഞാൻ അതിൻ്റെ ഇടയിൽ നിന്നിട്ട് അയ്യോ എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞോട് വലിയ രീതിയിൽ ടെൻഷൻ അടിച്ച് ഞാൻ ഭയങ്കരമായിട്ട് ഇതായി. ഒരു നേരം കോൺഫറൻസ് കോളിൽ ബാൻ കിട്ടി, ഞങ്ങൾക്ക് പൈസ തിരിച്ചു വേണം, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് കുറേ പ്രശ്നങ്ങളൊക്കെ നടന്ന് ആ ഒരു കോള് കട്ടായപ്പോഴത്തേക്കും ഞാൻ ഈ പുള്ളിക്കാരനെ, അതായത് ഈ കമ്പനിയിലെ പുള്ളിക്കാരനെ വിളിച്ചിട്ട് ചേട്ടാ എന്താണ് പ്രശ്നം, നിങ്ങൾ എടുത്തു തന്ന COS ഫേക്കാണ്. ഞാൻ ചേട്ടാ ഞാൻ COS എടുത്ത് തന്നിട്ടില്ല, എൻ്റെ ത്രൂ നിങ്ങൾക്ക് അങ്ങോട്ട് COS വന്നിട്ടില്ല, പിന്നെ എങ്ങനെയാണ് ഇത് ഫേക്കാവുന്നു, നീ ഇപ്പം എല്ലാത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുവാണോ, നീയാണിതിൽ മുൻഗണി എന്നൊക്കെ പറഞ്ഞിട്ട് ആ പയ്യൻ, അതായത് ആ കമ്പനിയിലെ അയാൾ എന്നെ കുറേ ചീത്ത കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ടെൻഷനായി. എനിക്ക് എന്താണ് നടക്കുന്നതെന്ന് എനിക്ക് അറിയാൻ പറ്റുന്നില്ല, ഒന്നും അറിയാൻ പറ്റുന്നില്ല. ഞാനിതിൽ പെട്ടു നിൽക്കുന്ന അവസ്ഥയാണ്. എന്താണ് സംഭവം, ഞാൻ വഴി COS പോയിട്ടില്ല. ജൂൺ ആയപ്പോൾ ഞാൻ ഇത് ഓൾറെഡി ജൂൺ 29 ആയപ്പോൾ ഞാൻ ഓൾറെഡി നിർത്തിയതാണ്. എന്നിട്ട് ഞാൻ ഈ ബാൻ കിട്ടിയ കുട്ടിയെ, അതായത് കോൺഫറൻസ് കോളിൻ്റെ കുട്ടിയെ ഞാൻ ഡയറക്റ്റായിട്ട് വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു, എന്നാണ് നിങ്ങൾക്ക് COS കിട്ടിയത്, ചോദിച്ചപ്പോൾ ആ കുട്ടി പറഞ്ഞു ജൂലൈ ഹാഫ് ഏതോ ഒരു ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജൂലൈ ഹാഫിലാണ് അവർക്ക് COS കിട്ടിയത്. അപ്പം ഞാൻ ആലോചിക്കുകയാണ്, ജൂൺ 29 ആയപ്പോൾ ഞാൻ ഇതിൽ നിന്ന് പിന്മാറി പൈസ റീഫണ്ട് അയച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഇത് ഏത് COSനെ കുറിച്ചാണ് പറയുന്നത്, എനിക്ക് ഫുൾ കൺഫ്യൂഷനായി. അപ്പം ഞാൻ എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ പുള്ളിക്കാരനെ, അതായത് എൻ്റെ ഫ്രണ്ടിനെ ഞാൻ വിളിച്ചു. അടുത്ത കോള് ഒബ്വിയസ്ലി അങ്ങോട്ടാണല്ലോ പോവേണ്ടത്. അപ്പം ഞാൻ എൻ്റെ ആ ഒരു ഫ്രണ്ടിനെ വിളിച്ചിട്ട്, അന്നേരം എല്ലാം തെളിവ് വേണമല്ലോ. അപ്പം ഞാൻ ആ ഫ്രണ്ടിനെ വിളിച്ച് സംസാരിക്കുന്ന വോയിസ് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് കേൾപ്പിച്ചു തരാം. ഓക്കെ, ഇതാണ് സംഭവം. എടാ പിന്നെ എനിക്കൊരു കാര്യം അറിഞ്ഞേ പറ്റത്തുള്ളൂ. നിങ്ങൾ എപ്പോഴാണ് ഇവർക്ക് ഈ COS കൊടുത്തത്? ജൂലൈ ഫസ്റ്റ് വീക്കോ? ജൂലൈ ഫസ്റ്റ് വീക്ക്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ലാസ്റ്റ് നീയും മറ്റേ ചേട്ടനും കൂടി അഭിഷേനും കൂടി മറ്റേ ആ ഹോമിലേക്ക് പോകുന്നെന്ന് പറഞ്ഞു. ഹോമിലേക്ക് പോയപ്പോൾ അത് എന്തോ കെയർ ഹോം അല്ല, വേറെ ഹോമാണ്. സോ അവർ ഈ ഒരു ഡീൽ അവിടെ വെച്ച് ക്ലോസ് ചെയ്യാണ്. സോ അവർക്ക് റീഫണ്ട് കൊടുക്കാൻ പോകുന്നെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു റീഫണ്ട് കൊടുക്കാമെന്ന് ചോദിച്ചപ്പോൾ നീ പറഞ്ഞു എന്തോ 48 lakhs സംതിങ്. അതായത് ഫസ്റ്റ് അവരെല്ലാവർക്കും 1 lakh വെച്ച് അഡ്വാൻസ് തന്നു, സെക്കൻഡ് അവരെല്ലാവർക്കും 5 lakhs വെച്ച് തന്നു. അറൗണ്ട് ഒരാൾക്ക് 6 lakh വെച്ചാണ് തന്നേക്കുന്നത്. സോ ഞാൻ എപ്പോൾ റീഫണ്ട് കൊടുക്കും ചോദിച്ചപ്പോൾ നീ പറഞ്ഞു 5 o'clock കൊടുക്കുമെന്ന് പറഞ്ഞു. രണ്ടാമത് നീ എൻ്റെ അടുത്ത് വിളിച്ചു പറഞ്ഞു റീഫണ്ട് ഫുള്ളും കൊടുത്തു എന്ന് പറഞ്ഞു. അതായത് 48 സംതിങ് റീഫണ്ട് കൊടുത്തു എന്ന് പറഞ്ഞു. അതിന് ശേഷം അവരെന്തെങ്കിലും എമൗണ്ട് തന്നു? അതിന്റെ ശേഷം പിന്നെ എനിക്ക് തന്നിട്ടില്ല. അവരുടെ വേറെ ഫയലിന്റെ കാൻഡിഡേറ്റ്സിന്റെ എമൗണ്ട് അവര് ഡയറക്റ്റ് അയച്ചു കൊടുത്തിട്ടുണ്ട്. ശരി, ഡയറക്റ്റ് അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിൽ ഞാൻ എങ്ങനെയാണ് ഇൻവോൾവ് ആവുന്നത്? നീ ഇപ്പോ ഞാൻ പറഞ്ഞില്ല, ഇതിലിപ്പോ ഞാന് ഇൻവോൾവ് ആയത് എങ്ങനെയാണോ അതേപോലെ തന്നെയാണ്. ഞാൻ ആരെ ഇൻവോൾവ് ആക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ അങ്ങനെയല്ല ചോദിക്കുന്നത്. ഇപ്പം ആ ഒരു റീഫണ്ട് കൊടുക്കാന്ന് പറഞ്ഞു. റീഫണ്ട് കൊടുത്തതിന് ശേഷം, അതായത് ജൂൺ 29 റീഫണ്ട് കൊടുക്കാൻ പറഞ്ഞു. റീഫണ്ട് ഫുള്ളും കൊടുത്തു കഴിഞ്ഞു. അന്ന് ഞാൻ നിന്നെ വിളിച്ചു പോയപ്പോ നീ ഫുള്ളും റീഫണ്ട് കൊടുത്തു എന്ന് പറഞ്ഞു. അതിനുശേഷം അവർക്ക് ആരാണ് COS കൊടുത്തത്? നിനക്ക് ഇതിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? കാരണം ഞാൻ അറിയാതെയാണ് നിങ്ങൾ ഇത് ഡീല് ചെയ്തത്. ഞാൻ അറിയാതെ നിങ്ങൾ ഡീൽ ചെയ്ത് ഈ കാര്യം ഞാൻ അറിഞ്ഞിട്ടില്ല. COS കൊടുത്ത കാര്യം ഒന്നും തന്നെ ഞാൻ അറിഞ്ഞിട്ടില്ല. അപ്പൊ നേരിട്ടാണോ വിളിച്ച് ചോദിച്ച COSന്റെ കാര്യം? അതായത് ഈ ഒരു ജൂൺ 29 ശേഷം റീഫണ്ട് ഫുള്ളും കൊടുത്തു എന്ന് പറഞ്ഞു. അതിനുശേഷം അടുത്ത നിങ്ങൾ വേറെ എന്തെങ്കിലും ഡീൽ വെച്ചായിരുന്നോ? വേറെ എന്താണെന്ന് ചോദിച്ചാൽ കംപ്ലീറ്റ് ആവാത്ത COS കംപ്ലീറ്റ് ആക്കണം എന്ന് പറഞ്ഞു. അപ്പം അതിനുശേഷം നിങ്ങൾ തമ്മിൽ കോണ്ടാക്ട് ചെയ്തിട്ടാണ് നീയാണോ അവർക്ക് COS എടുത്തു കൊടുത്തത്? കിഷോർ ത്രൂ ആണ് എടുത്തു കൊടുത്തത്. അന്ന് അവരിവിടെ വന്ന് സംസാരിച്ചതാണ്, ഞാനും അബിയും കിഷോറും എല്ലാരും കൂടി.
ഇപ്പൊ നീ ഒരു കാര്യം നോക്കണേ, ഈ ഒരു നിങ്ങൾ COS കൊടുത്ത കാര്യം പോലും ഞാൻ അറിഞ്ഞിട്ടില്ല. എന്നിട്ട് അന്ന് ഇവിടെ ഒരു കോൺഫറൻസ് കോൾ നടന്ന സമയത്ത് എനിക്ക് കേട്ടോണ്ടിരിക്കുവല്ലേ, ഈ ഒരു COS അയച്ചു തന്നിട്ട് ഞാൻ ഇതിൽ ഇൻവോൾവ് ആവുന്നതെന്ന് വെച്ചാൽ എനിക്ക് ആ ചേട്ടൻ 8 ഫയൽ അയച്ചു തന്നു, ഞാൻ നിനക്ക് 8 ഫയൽ അയച്ചു തന്നു. നിങ്ങൾ എനിക്ക് ഡ്രാഫ്റ്റ് അയച്ചു തന്നു, ഞാൻ അവർക്ക് ഡ്രാഫ്റ്റ് അയച്ചു കൊടുത്തു. ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഇൻവോൾവ് ആയിട്ടുള്ളത്. അതിനുശേഷം നിങ്ങൾ COS കൊടുത്ത കാര്യമോ അതിനുശേഷം അവർ നിങ്ങൾക്ക് ഫണ്ട് തന്ന കാര്യമോ ഇതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. ഇപ്പോ ഈ ഒരു പ്രശ്നത്തിന്റെ പേരിൽ എന്നെ വിളിച്ച് പറഞ്ഞതെന്ന് വെച്ചാൽ എന്റെ പേരിലും കൂടിയാണ് ആക്ഷൻ എടുക്കാൻ പോകുന്നത്. കാരണം ഞാൻ വഴിയാണ് അമലിനെ പരിചയപ്പെടുത്തത്, ഞാനാണ് COS എടുത്തു കൊടുത്തത്. അതിലെങ്ങനെയാണ് ഞാൻ ഇൻവോൾവ് ആവുന്നത്? അവരിത്രേ പറഞ്ഞിട്ടുള്ളൂ, അവരെന്നെ പരിചയപ്പെട്ടത് നീ ത്രൂ ആണെന്ന് പറഞ്ഞു. ഞാനാണ് അവർക്ക് കിഷോറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തത്. അവിടെയാണ് ഞാനും പെട്ട് കിടക്കുന്നത്. നിന്നെ പരിചയപ്പെട്ടത് ഞാൻ വഴി. സോ നീ പരിചയപ്പെടുത്തി കൊടുത്തത് കിഷോറിന്. സോ അതുകൊണ്ടാണ് നമ്മൾ രണ്ടുപേരും ഇൻവോൾവ് ആയി കിടക്കുന്നത്. സോ ഇപ്പൊ ആ ക്വസ്റ്റ്യൻ എന്തോ ബാൻ കിട്ടിയില്ലേ? ഞങ്ങളാണ് ഫയൽ എടുത്ത് കൊടുത്തത്. അതേനടാ, കിഷോർ ത്രൂ നിങ്ങൾ ഫയൽ എടുത്ത് കൊടുത്തു. UK എക്സ്പ്രസിന്റെ 28 സംതിങ് വന്നിട്ടുണ്ട്. ആ പൈസ അടക്കം അങ്ങനെ 1 രൂപ പോലും അതിന് പ്രോഫിറ്റ് എടുക്കാണ്ട് പോയിട്ടുണ്ട്. ഓക്കെ, ശരി, എനിക്കിത് മാത്രമേ അറിയേണ്ടിയിരുന്നുള്ളൂ. ബാക്കി ഞാൻ സംസാരിച്ചോളാം. ഇനി എന്റെ മെക്കിട്ട് എന്തെങ്കിലും ചാടിക്കയറാൻ വരട്ടെ. ശരി, ഒരു വർത്താനം ഉണ്ടാക്കാൻ നിൽക്കുന്നില്ല അമല. ഞാൻ ഇത്രയും നാൾ വരെ ഒരു കാര്യം അറിയാതെ മണ്ടത്തിയ പോലെയാണ് ഞാൻ നിന്നത്. ഞാൻ വിചാരിച്ചു എന്തോ ഫസ്റ്റ് നമ്മൾ ഈ ഒരു പ്രശ്നം നടക്കുന്നില്ലേ, അതാണ് പ്രശ്നം, അതാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന്. ആ ഒരു സമയത്ത് ആ ഡ്രാഫ്റ്റ് അല്ലാണ്ട് വേറെ ഒരു സംഭവം നമ്മൾ ത്രൂ അവർക്ക് പോയിട്ടില്ല. ഇതിന് കഴിഞ്ഞിട്ട് ഈ ഒരു പ്രശ്നം എല്ലാം കഴിഞ്ഞ 1 മാസം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ അടുത്ത ഡീല് വെക്കുന്നത്. ഇതിലാണ് കിടന്ന് ഞാൻ ഇതിന്റെ ഇടയിൽ കിടന്ന് പെടുന്നത്. ഞാനിപ്പം ഞാൻ അയാൾക്ക് നിന്നെ പരിചയപ്പെടുത്തി കൊടുത്തു. അപ്പൊ ഞാൻ ത്രൂ വന്ന കോണ്ടാക്ട് ആണെങ്കിൽ ഞാൻ ത്രൂ വന്ന പ്രശ്നം അവിടെ പരിഹരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനുശേഷം അവർ വെച്ച ഡീലിൽ ഞാൻ എങ്ങനെ ഇൻവോൾവ് ആവണേ? ഇത് നിങ്ങൾ കേട്ടല്ലോ. അപ്പം ഇവിടെ ഉണ്ടായ പ്രശ്നം എന്ന് പറഞ്ഞാൽ ജൂൺ 29 ഞാൻ ഈ ഡീലൊക്കെ വെച്ച് അവസാനിപ്പിച്ചു. ഇവർ പൈസയൊക്കെ തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞതിന് ശേഷം ഇപ്പുറത്ത് നിൽക്കുന്ന പയ്യനും കമ്പനിയും തമ്മിൽ ഡയറക്റ്റായിട്ട് ഡീല് വെച്ച് റീഫണ്ട് പൈസ തിരിച്ചയക്കേണ്ട, അത് നിങ്ങളുടെ കയ്യിൽ തന്നെ ഇരുന്നോട്ടെ, ബാക്കി ഫില്ല് ചെയ്യാത്ത ഫയലൊക്കെ കംപ്ലീറ്റ് ചെയ്ത് അവർക്ക് COS വേണമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കമ്പനി. അതിനുശേഷം വീണ്ടും എത്രയോ രൂപ ഈ ഒരു കമ്പനി ഈ ഒരു പയ്യന് ഡയറക്റ്റായിട്ട് അയച്ചു കൊടുത്ത് 1 മാസത്തിന് ശേഷം കേട്ടോ അയച്ചു കൊടുത്ത് ഈ പയ്യൻ വേറൊരാൾക്ക് ഈ പൈസയൊക്കെ കൊടുത്ത് അയാൾ ഇവർക്ക് COS എടുത്തു കൊടുത്തു. ഇവർക്ക് എടുത്തു കൊടുത്ത COS ഇവൻ തന്നെ ഈ ഡയറക്റ്റായിട്ട് കമ്പനിക്ക് അയച്ചു കൊടുത്തു. അയാൾ എടുത്തു കൊടുത്ത COS ആയിരുന്നു ഫേക്ക്. അത്രയും പൈസ മേടിച്ചിട്ട് അയാൾ മുങ്ങി. അയാളുടെ പേര് കിഷോർ എന്നാണ്. അതിനെപ്പറ്റി വലിയ ധാരണ എനിക്കില്ല. അയാളുടെ പേര് കിഷോർ എന്നാണ്. അയാൾ മുങ്ങി. ബാക്കി ഇവൻ എടുത്തു കൊടുത്ത COS ഫുള്ളും ഫേക്ക്. അത് ഫസ്റ്റ് കൊണ്ടുപോയി എംബസിക്ക് കൊടുത്തത് ഈ നാട്ടിലെ ഒരു കുട്ടിയായിരുന്നു. ആ കുട്ടിക്ക് ബാൻ കിട്ടി. അതിൽ നല്ല രീതിയിലുള്ള വിഷമം എനിക്കുണ്ട്. കാരണം ഞാൻ ഫസ്റ്റ് അറിയാതെ ആണെങ്കിൽ പോലും കൈവച്ച മേഖലയാണ്. അപ്പോൾ എനിക്കിതിനിടയിൽ വന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ വഴിയാണ് ഈ ഒരു കമ്പനിക്ക് ഈ പയ്യനെ പരിചയം. അതാണ് ഇതിൻ്റെ നടുക്കുള്ള പ്രശ്നം. ഈ കമ്പനിയും പറയുന്നുണ്ട് ഇത് കാരണം നീരജയ്ക്ക് 1 രൂപ പോലും കിട്ടിയിട്ടില്ല. ഈ പറയുന്ന പയ്യനും പറഞ്ഞിട്ടുണ്ട് അവനും എനിക്ക് 1 രൂപ പോലും തന്നിട്ടില്ല. കഴിഞ്ഞ 2-3 വർഷമായിട്ട് നല്ല രീതിയിലുള്ള ചീത്തപ്പേരും നല്ല രീതിയിലുള്ള മാനസിക സംഘർഷവും അല്ലാണ്ട് ഈ ഒരു കാൻഡിഡേറ്റ്സിൻ്റെ കയ്യിൽ നിന്ന് നാട്ടിൽ നിന്നാണെങ്കിലും ഇവിടെ നിന്നാണെങ്കിലും 5 പൈസ എനിക്ക് കിട്ടിയിട്ടില്ല. എൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എനിക്ക് പൈസ തന്നിട്ടില്ല എന്ന് ഈ ഒരു പയ്യൻ പറയുന്ന റെക്കോർഡ്, പൈസ തന്നിട്ടില്ല എന്ന് ഇപ്പുറത്തെ കമ്പനിയും പറയുന്ന റെക്കോർഡ് എല്ലാം എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. 1 രൂപ പോലും എനിക്ക് ഇതിൽ നിന്ന് കിട്ടിയിട്ടില്ല. അപ്പം നാട്ടുകാരെ പറ്റിച്ച പൈസയ്ക്കാണ് നീരജ ഇവിടെ ജീവിക്കുന്നതെന്നുള്ളൊരു ഡയലോഗ് നിങ്ങളാരും എൻ്റെ അടുത്ത് അടിക്കാൻ നിൽക്കരുത്. ഓക്കെ ഗൈസ്, ഇതാണ് സത്യം പറഞ്ഞ പ്രശ്നം എന്ന് പറഞ്ഞത്. അപ്പം ഈ ഒരു പർട്ടിക്കുലർ കമ്പനിയിലെ ആൾ ഇങ്ങനെ ബാൻ കിട്ടിയ കാര്യം അറിഞ്ഞ സമയത്ത് ഓൾറെഡി അവർ കോൺഫറൻസ് ഇട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ നീരജ ഇച്ചിരി ഫെയിമിലുള്ള ആളിനെ നീരജ കൊണ്ട് ഇടപെട്ട കാര്യം കുറച്ചുകൂടെ സ്ട്രോങ് ആവുമെന്ന് പറഞ്ഞിട്ടാണ് എന്നെ ഈ കമ്പനിയിലെ ആൾ ഇൻവോൾവ് ചെയ്യിപ്പിക്കുന്നത്. ഇൻവോൾവ് ചെയ്യിപ്പിച്ചിട്ട് എന്നെ ഒരു അക്ഷരം പോലും അങ്ങോട്ട് പറയാൻ സമ്മതിക്കാത്ത ഇങ്ങോട്ട് തെറിയൊക്കെ വിളിച്ചിട്ട് നീ മറ്റേ മോളല്ലേടി, നീ കാരണം വേണ്ടി ഇങ്ങനെയൊക്കെ സംഭവിച്ചു, നീ തന്ന COS ആണ്ടി, എവിടെ ഞാൻ കൊടുത്ത COS എവിടെ? അതിനെന്തെങ്കിലും തെളിവ് അവരുടെ കയ്യിലുണ്ടോ? ഞാൻ COS കൊടുത്തിട്ടില്ല.
ഞാൻ ഒരു പർട്ടിക്കുലർ പീരീഡ് ആയപ്പോൾ ഞാൻ ഇതിൽ നിന്ന് പിന്മാറി. അതിനുശേഷം ഇവർ ഡയറക്റ്റായിട്ട് ഡീല് വെച്ച് എത്രയോ കോടിക്കണക്കിന് രൂപ ഈ പറയുന്ന പയ്യന് ഡയറക്റ്റായിട്ട് അയച്ചു കൊടുത്തിട്ട് ഈ പയ്യൻ എടുത്തു കൊടുത്ത COS ആണ് ഫേക്ക്. പയ്യനല്ല, പയ്യനെയും വേറൊരാൾ പറ്റിച്ചതാണ്. ആ പറയുന്ന പയ്യൻ്റെ വീട്ടിൽ വരെ ആൾക്കാർ അടിക്കാൻ പോയി. അവൻ്റെ വീടിൻ്റെ പ്രമാണം, കാറ്, വീടൊക്കെ വിറ്റ് പൈസ എടുത്ത് ഇവിടെ പകുതി പൈസയും ഇവൻ കൊടുത്തു. ഇനിയും എത്രയോ രൂപ കൊടുക്കാനുണ്ട്. ഒരു പർട്ടിക്കുലർ ടൈം ആയ സമയത്ത് എൻ്റെ വീട്ടിലും എൻ്റെ വീട്ടിലും പ്രശ്നത്തിന് ആൾക്കാർ പോകുന്നൊക്കെ പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടായ സമയത്ത് നാട്ടിൽ ഞാനും എൻ്റെ വക്കീലിന് പൈസ കൊടുത്തിട്ട് ഞാൻ ഇതിൽ ഇൻവോൾവ് അല്ല, എൻ്റെ ഭാഗം ക്ലിയർ ആക്കണം എന്ന് പറഞ്ഞിട്ട് ഞാനും എൻ്റെ ഭാഗം ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഈ 8 ക്ലയൻസ് നാട്ടിൽ കൊടുത്തേക്കുന്ന കംപ്ലൈൻറ്റ്, അത് അവരെ പൈസ തിരിച്ചു വേണമെന്ന് പറഞ്ഞാൽ നാട്ടിൽ കൊടുത്തേക്കുന്ന കംപ്ലൈൻറ്റിൽ എൻ്റെ പേരില്ല. ഈ പറഞ്ഞേക്കുന്ന കമ്പനിയിലുള്ള മെയിനായിട്ടുള്ള 3 ആൾക്കാരുടെ പേരും ഇവിടെ പൈസ തട്ടിച്ചുകൊണ്ട് പോയ ഒരാളുടെ പേരും മാത്രമാണുള്ളത്. കാരണം ഈ ക്ലയൻസ് വിശ്വസിച്ച് പൈസ കൊടുത്തത് ഈ കമ്പനിക്കാണ്. ക്ലയൻസും ഞാനും തമ്മിൽ ഒരു ബന്ധവുമില്ല. അതായത് ഈ ആൾക്കാർ പൈസ കൊടുത്തത് കമ്പനിക്ക്, കമ്പനി പൈസ കൊടുത്തത് ആ പയ്യനാണ്. ഇതിൻ്റെ ഇടയിൽ എൻ്റെ റോൾ എന്താണെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല. അപ്പം ഞാൻ ഇപ്പം ഇങ്ങനൊരു വീഡിയോ ഇടാൻ കാരണം ഇത്രയേ ഉള്ളൂ. എന്തെങ്കിലും ആയിക്കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്താൽ ആരും സത്യം പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല. കാരണം ഇപ്പോൾ പോലും സത്യം അറിയാണ്ട് ഞാൻ അവരെ നിന്ന് വാങ്ങിച്ച് പറ്റിച്ചുണ്ടാക്കിയ പൈസയ്ക്ക് കൊണ്ടാണ് ഞാൻ ഇവിടെ ജീവിക്കുന്നതെന്ന് പറയുന്ന ആൾക്കാർ ഇതറിയാൻ വേണ്ടിയിട്ട് മാത്രം 1 രൂപ പോലും, ചീത്തപ്പേരും മാനസിക മെൻ്റൽ പ്രഷറും അല്ലാണ്ട് 1 രൂപ പോലും ഞാൻ ആരെയും പറ്റിച്ചുണ്ടാക്കിയിട്ടില്ല. കഷ്ടപ്പെട്ട്, അതും ഒറ്റയ്ക്ക് തന്നെയാണ്. കഴിഞ്ഞ 3-4 വർഷം കൊണ്ട് ചോര നീരാക്കി കഷ്ടപ്പെട്ട് ഉറക്കമില്ലാണ്ട് പല രാത്രികൾ ഇരുന്ന് എഡിറ്റ് ചെയ്ത് വീഡിയോസ് എടുത്ത് ഒരു ദിവസം പോലും റെസ്റ്റ് ഇല്ലാണ്ട് ട്രാവൽ ചെയ്ത് വീഡിയോ എടുത്ത് ഉണ്ടാക്കിയ പൈസ കൊണ്ടാണ് ഞാനിപ്പം ഫുഡ് കഴിക്കുന്നതും എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഞാൻ ഫുഡ് കൊടുക്കുന്നതും. അതെനിക്ക് പറയേണ്ടതിൽ ഒരു പ്രശ്നവുമില്ല. ഒരാളെയെങ്കിലും പറ്റിച്ചാണ് ഞാൻ ജീവിക്കുന്നതെങ്കിൽ ദൈവം എന്നെ നല്ല രീതിയിൽ ജീവിക്കാൻ വിടത്തില്ല. നശിച്ച് നാറാണ കല്ല് എന്നെ കാണിച്ചേനെ. ഞാൻ എൻ്റെ ഒരു പ്രകൃതം വെച്ചാൽ ഞാനിപ്പോൾ ഓരോ ലെവലിലും ഞാൻ സക്സസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒരാളെ പറ്റിച്ചാണ് ജീവിക്കുന്നതെങ്കിൽ ഞാൻ എങ്ങനെ സക്സസ് ആവാനാണ്? ഇത്രയും ആൾക്കാരുടെ പ്രാക്കും ഇത്രയും ആൾക്കാരുടെ പ്രശ്നങ്ങളും ഉള്ള സമയത്ത്, എന്നിട്ടും പല പർട്ടിക്കുലർ പീരീഡിൽ ഞാൻ വീഡിയോ ഇടുന്ന സമയത്തും വീഡിയോയ്ക്ക് താഴെ വന്നിട്ട് കമൻ്റ് ഇടാറുണ്ട്, ഇന്ന പോലെയാണ് നീരജ. ഇതിന് മുന്നിലെ ഫേസ്ബുക്കിൽ UK-ലുള്ള ഒരു പ്രശസ്തമായ ഒരാൾ എനിക്കെതിരെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഫസ്റ്റ് ടൈമിൽ ഞാൻ ഈ കമ്പനിക്ക് ചേട്ടാ ഇത്രയും പൈസ പെട്ടെന്ന് തന്നെ അയച്ചു കൊടുക്കണം, അവർ നല്ല പ്രഷർ അയക്കുന്നുണ്ട് ചേട്ടാ, ഈ അക്കൗണ്ടിലേക്ക് പ്രഷർ, നിങ്ങൾ എന്താണ് കാണിക്കുന്നത്, നിങ്ങൾ ഇന്ന് പൈസ തരാമെന്നൊക്കെയല്ലേ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ കമ്പനിക്ക് അയച്ചു കൊടുത്ത വോയിസൊക്കെ വെച്ചിട്ട് എൻ്റെ ഫോട്ടോയും എൻ്റെ വീഡിയോസൊക്കെ കാണിച്ചിട്ട് UK-ൽ തന്നെയുള്ള ഒരു പ്രശസ്തമായ ആൾ ഫേസ്ബുക്കിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അയാൾക്ക് പോലും അറിയത്തില്ല ഞാൻ പൈസ മേടിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന്. അയാൾക്കും വക്കീലിനെയും വെച്ചിട്ട് ഞാൻ എന്താണ് ചെയ്തത്, എനിക്കിതിലുള്ള ഇൻവോൾവ് എന്താണ്, ഞാൻ 1 രൂപ പോലും മേടിച്ചിട്ടില്ല എന്നുള്ള എല്ലാ തെളിവും കൊടുത്തതിന് ശേഷം ഒരു 1-2 മണിക്കൂറിനുള്ളിൽ വീഡിയോ ഡിലീറ്റ് ചെയ്തു. അപ്പം ഞാനിതിൽ ഇൻവോൾവ് ആണ്, പൈസ മേടിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു വലിയൊരാൾ വീഡിയോ ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യം എന്താ? ആ ചേട്ടൻ പോലും വിചാരിച്ചത് ഞാൻ ഇതിൽ നിന്ന് പൈസ തട്ടിച്ചിട്ടാണ് ഞാൻ ഇവിടെ. അതിൽ ആ വീഡിയോയിൽ പറഞ്ഞതും അങ്ങനെ തന്നെയാണ്. 1 വർഷങ്ങൾക്ക് മുന്നിലേ കേട്ടോ, ഇങ്ങനൊരു നീരജ എന്നുള്ള ഒരാളുണ്ട്, ഈ നാട്ടുകാരെ പറ്റിച്ചിട്ട് അവൾ ആ പൈസ കൊണ്ട് ദുബായി പോകുന്നു, മൊറോക്കോയിൽ പോകുന്നു, അച്ഛനമ്മയും കൊണ്ടുവരാൻ പോകുന്നു, ഫുഡ് അടിക്കുന്നു, അവൾ ആ പൈസ കൊണ്ടാണ് അവിടെ ജീവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ചേട്ടൻ്റെ ഭാഗത്ത് ഞാൻ തെളിയിച്ച സമയത്ത് ആ ചേട്ടൻ വീഡിയോ ഡിലീറ്റ് ചെയ്തു. അപ്പം അതിനുശേഷം ഞാനിടുന്ന വീഡിയോയ്ക്ക് താഴെ കമൻസ് ആണെങ്കിലും, നീ നാട്ടുകാരെ പറ്റിച്ച പൈസ കൊണ്ടല്ലേ ജീവിക്കുന്നത്, എത്ര പേർക്ക് ഫേക്ക് COS എടുത്തു കൊടുത്തത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ട് സത്യം പറഞ്ഞാൽ മടുത്തു. ഇതാണ് സത്യം. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ വിശ്വസിക്കാം. എൻ്റെ കയ്യിൽ ഞാൻ എല്ലാ പ്രൂഫും, വോയിസ് റെക്കോർഡും, തെളിവും, സ്ക്രീൻഷോട്ടും, റെക്കോർഡും എല്ലാം ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വിശ്വസിക്കണമെങ്കിൽ വിശ്വസിക്കാം. ഞാൻ ഇതിൽ നിന്നും ഒരാളെയും പറ്റിച്ചിട്ട് ഞാൻ 1 രൂപ പോലും മേടിച്ചിട്ടില്ല. 1 രൂപ പോലും മേടിച്ചിട്ടില്ല മീൻസ് 1 രൂപ പോലും മേടിച്ചിട്ടില്ല. ഇപ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ UK-ലുള്ള പ്രശസ്തമായ കുറേ ഇൻഫ്ലുവൻസേഴ്സ് ഇപ്പം എനിക്കെതിരെ വീഡിയോ ഇട്ട, ഓഫ് കോഴ്സ് ഞാനൊരു 300K ഇൻസ്റ്റഗ്രാമിൽ ഫോളോവേഴ്സ് ഉള്ള ഒരു വ്യക്തിയാണ്. എനിക്കെതിരെ വീഡിയോ ഇട്ട അവർക്ക് കുറച്ച് റീച്ച് ആകാനും, എനിക്ക് കുറച്ച് ഹേറ്റേഴ്സ് കൂടാനും, എൻ്റെ വീഡിയോസ് കുറച്ച് നിലത്തിറക്കാനും, പിന്നെ അവർക്ക് കുറച്ച് ഫേമസ് ആവാനും, അവർക്ക് ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പൊക്കാനും ഒക്കെ കുറച്ച് ഇൻട്രസ്റ്റഡ് അല്ലെങ്കിൽ കുറച്ച് താല്പര്യം കൂടുതലാണ്. അതാണ് അവരുടെ മെയിൻ ഫോക്കസ്. അവരങ്ങനെ ചെയ്തോട്ടെ. ഇപ്പം വേറൊരു ഇൻഫ്ലുവൻസറിനെ താഴ്ത്തി കേട്ടിട്ട് അവർക്കെതിരെ വീഡിയോ ഇടുമ്പോഴാണല്ലോ ഒബ്വിയസ്ലി, ഇപ്പം ഞാൻ വേറൊരു നല്ലൊരു വലിയ ഇൻഫ്ലുവൻസറിനെതിരെ അവൾ അങ്ങനെയാണ് അവൾ ഇങ്ങനെയാണെന്നൊക്കെ പറയുമ്പോൾ ഒബ്വിയസ്ലി നമുക്ക് ഫാൻസ് കൂടും, അയാൾക്ക് ഫാൻസ് കുറയും. അപ്പം അങ്ങനെ വിശ്വസിച്ച്
കുറയുന്ന ഫോളോവേഴ്സാണ് എനിക്കുള്ളതെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല. ഞാനിപ്പോഴും ജീവിക്കുന്നത് ഞാൻ കഷ്ടപ്പെട്ട് സ്വന്തമായിട്ട് അധ്വാനിച്ച് ചോര നീരാക്കി ഉറക്കം ഒഴിച്ചിരുന്നുണ്ടാക്കിയ പൈസ കൊണ്ടാണ്. ഒരാളെപ്പോലും ഞാൻ പറ്റിച്ചിട്ടില്ല, ഒരാളെപ്പോലും ഞാൻ പറ്റിക്കുകയില്ല. അങ്ങനെ പറ്റിച്ചാണ് ഞാൻ ജീവിക്കുന്നതെങ്കിൽ ദൈവം ഒരിക്കലും എന്നെ നല്ല രീതിയിൽ ജീവിക്കാൻ വിടത്തില്ല. അപ്പം ഇന്ന കാര്യങ്ങളാണ് നടന്നത്. ഒരു വീഡിയോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആൾക്കാർ വീഡിയോ ഇട്ടതിന് ശേഷം ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നതിൽ അർത്ഥമില്ല. അതുകൊണ്ടാണ് ഞാൻ ഓൾറെഡി ഇതിന് മുന്നിലേ ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത്. ഇതാണ് നടന്നത്. നീരജ ഒരു വിസ തട്ടിപ്പുകാരിയാണെന്ന് ആരും ഇനി പറയരുത്. ഞാൻ ആരെയും വിസ തട്ടിച്ചിട്ടില്ല. ആരുടെയും റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളും എനിക്കറിയില്ല. എനിവേ, താങ്ക് യു സോ മച്ച്. ബൈ ഫ്രം നീരജ മൂസ്. അതുമാത്രമല്ല, ഇനിയിപ്പോൾ അങ്ങനെ ഒരു ഇൻഫ്ലുവൻസേഴ്സ് വീഡിയോ ഇട്ടാൽ പോലും അതിനെതിരെ ഞാൻ പ്രതികരിക്കും, കേസ് കൊടുക്കും. UK റൂള് വെച്ചിട്ട് ഇങ്ങനൊരു ഒരു വ്യക്തിത്വത്തെ ഒരു നല്ല നിലപാടിലല്ലാതെ തെളിവില്ലാണ്ട് പബ്ലിക്കിൻ്റെ മുന്നിൽ ഇൻസൾട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള പണി അവർക്ക് കിട്ടും. പിന്നെ എന്ത് പ്രശ്നം വന്നാലും ഇനി അത് കേസായിട്ട് മുന്നോട്ട് പോകാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. 1 രൂപ പോലും വാങ്ങാതെ തന്നെ എത്രയോ രൂപയോളം ഞാൻ എൻ്റെ വക്കീലിന് കൊടുത്ത് ഞാൻ ആ കേസ് വാദിച്ചു. ഞാൻ ഇതിലില്ലാന്ന് ഞാനത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് എൻ്റെ കയ്യിലുള്ള തെളിവും എൻ്റെ കയ്യിലുള്ള കാര്യങ്ങളൊക്കെ കൊടുത്ത് ഞാൻ ശ്രമിച്ചു. അപ്പം ഇനിയും പ്രശ്നം വരുവാണെങ്കിൽ ഞാൻ അത് കേസ് റിലേറ്റഡ് ആയിട്ട് തന്നെ പോകും. അപ്പം എനിക്കെതിരെ വീഡിയോ ഇടുന്നവർക്ക് ഇടാം, എനിക്കതൊന്നും ഒരു പ്രശ്നവുമല്ല. ഇനി ഞാനിത് ഫൈറ്റ് ചെയ്യാൻ തന്നെയാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. എനിക്കിനി ജീവിത അവസാനം വരെ ഇത് പ്രഷർ കാരണം എല്ലാ വർഷവും ഓരോരോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു പ്രഷർ വന്നിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് മെൻ്റൽ പ്രഷർ വന്നിട്ട് എനിക്ക് നിൽക്കാനുള്ള ശക്തി എനിക്കില്ല. ഇനിയെങ്കിലും ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് എന്നെ ലോകം അറിയണം. തെറ്റ് ചെയ്തിട്ടില്ലാത്ത രീതിയിൽ തന്നെ ഞാൻ ഇനി ജീവിക്കും. താങ്ക് യു സോ മച്ച്.